എന്താ അനക്ക് ഇവിടെ പണി? കൊറേ നേരമായാലും ഞാൻ എന്നെ വിളിക്കണേ. ആരാ വിളിക്കണത്? അതിന്റെ കൂട്ടുകാരത്തിയും കൂട്ടുകാരനൊക്കെ ആയിട്ടേ കൊറേ ദിവസമായാലും ഇത് തുടങ്ങിയിട്ട് ഞാൻ അതൊന്നും കാണുന്നില്ലാതാ എന്റെ വിചാരട്ടാ. പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിക്കണ്ടട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. വന്നിട്ട് എന്തേലും ചെയ്യാൻ നോക്ക്. ഞാൻ വന്നോളാം, നിങ്ങളൊന്നുകൊണ്ട് ചെല്ലി. ഒരു മനസ്സമാധാനം തരൂല. ഹലോ. അത് ഇമ്മ വന്നീന്ന്, അത് ഞാൻ കട്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കട്ടാക്കുമ്പോ തിരിച്ചു വിളിക്കരുത് എന്ന്. ഇപ്പൊ ഉമ്മ പോയതുകൊണ്ട്, അല്ലെ ഇപ്പൊ ഉമ്മ ഞാൻ അതിന് ഒച്ചയും കൂടി ഉണ്ടാക്കി. ഞാൻ എങ്ങനെ പിടിച്ചു നിക്കണ് അവൻ വേണ്ട ആലോചിക്ക. ഇന്ന് വരികേ? എങ്ങനെ ഇന്നലെ കണ്ടുകൊടുത്തിട്ട് ഇന്ന് വരിക? ഇന്നലെ തന്നെ ഞാൻ അമ്മായിനെ കണ്ടിക്കണം. അമ്മായി ഇന്നെ കണ്ടിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഇതുവരെ അമ്മാക്ക് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നീ എപ്പോഴാണോ വിളിച്ച് പറയാ. എനിക്ക് വേണ്ട ജ്യൂസ് ഒന്നും. കല്യാണം കേട്ട് എന്നിട്ട് പിന്നെ എപ്പോഴും പുറത്തു പോവാലോ. വേറെന്താ? എന്നാ ശരിട്ടോ, ഞാൻ പിന്നെ വിളിക്കണ്ട്. ശരി. കുറച്ചേരം റീൽസ് ഒക്കെ ഇരുന്നു കാണാം. ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ ഞാൻ കാരണം ഇക്കം മരിച്ചതിനുള്ളത് ഇന്നേറ്റ് അറിഞ്ഞോ? ഓന്റെ ഓർന്ന് ഇങ്ങോട്ട് വന്നേ മുതൽ തുടങ്ങിയതാണ് ഒരു ഫോണായിട്ട് നടക്കല്. ആൾക്കാരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കി എന്താവും അവസ്ഥ? ആരാണാവോ ഇങ്ങനെ വിളിക്കണേ? എന്നും പറയും കൂട്ടുകാരത്തിയാണ് കൂട്ടുകാരനാണ്. ഇത് എവിടം വരെ പോകുന്നതാവും? വല്ലാത്തൊരു മയക്കാണെങ്കിൽ ഒരു ഒഴിവും ഇല്ല. മനുഷ്യനാണെങ്കിൽ കൊറേ തിരുമ്പാനും ഉണ്ട്. ഓളെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ മനസ്സിന് ഒരു മനസമാധാനം എന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോൾ പഠിക്കാൻ പോവാനാണ് ഇപ്പൊ തുഞ്ച. നീ